തൊടുപുഴയിലെ വിദ്വേഷ പരാമർശത്തിൽ പി.സി. ജോർജിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് പരാതി നൽകി. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ തുടരുന്ന പി.സി. ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷ പരാമർശവും മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ അടക്കം അപമാനിക്കുന്ന പരാമർശമാണ് പി.സി. ജോർജ് കഴിഞ്ഞ ദിവസം നടത്തിയത്. തനിക്കെതിരെ കേസെടുത്താൽ പോലും പ്രശ്നമില്ല എന്ന് പറഞ്ഞാണ് പി.സി. ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. നിലവിൽ പരിപാടിയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് കേസെടുക്കേണ്ടതുണ്ടെങ്കിൽ കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചത്. എന്നാൽ ജവഹർലാൽ നെഹ്റു മുസൽമാൻ ആയിരുന്നുവെന്നും രാജ്യത്തെ നശിപ്പിച്ചെന്നുമുള്ള പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് പി.സി. ജോർജ്. ദൈവവിശ്വാസമില്ലെന്ന് പറഞ്ഞു നടന്നിരുന്ന നെഹ്റു വീട്ടിനകത്ത് 5 നേരം നമസ്കരിക്കുകയായിരുന്നുവെന്നും പി.സി. ജോർജ് ആരോപിച്ചു. മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് കരുതുന്ന തലമുറയെ മുസ്ലിം സമൂഹം വളർത്തിക്കൊണ്ടുവരികയാണ്. കേസെടുക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നുവെന്നും തൊടുപുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ പി.സി. ജോർജ് പറഞ്ഞിരുന്നു. തൊടുപുഴയിൽ HRDS സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴും ജോർജ് വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ പിന്നീട് ചോദ്യങ്ങൾ ആരാഞ്ഞപ്പോഴാണ് പ്രസ്താവനയിൽ ഉറച്ചുനിന്ന് പി.സി. ജോർജ് പ്രതികരിച്ചത്. നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു മുസൽമാനായിരുന്നുവെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നെഹ്റുവും മുസൽമാനാണ്. കേരളത്തിലെ UDF-ഉം LDF-ഉം രാജ്യദ്രോഹികളാണ്. കേരള ജനത മാറ്റി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. തനിക്കെതിരെ നിരവധി കേസുകളുണ്ട്. ഇനിയും കേസുകൾ വന്നാലും നേരിടും. ശബരിമലയിൽ തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കയറ്റിയത് LDF സർക്കാരാണ്. അതിനെതിരെ പ്രതികരിച്ചതാണ് താൻ ചെയ്ത കുഴപ്പം. രാജ്യസ്നേഹമില്ലാത്തവർ ഇന്ത്യ വിട്ടു പോകണമെന്നും പി.സി. തുറന്നടിച്ചു. BJP പറയുന്നതാണോ രാജ്യസ്നേഹം എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അല്ല, താൻ പറയുന്നതാണ് രാജ്യസ്നേഹം എന്നായിരുന്നു ജോർജിന്റെ മറുപടി. നാട്ടിൽ വർഗീയത പുലർത്തുന്നത് ശരിയാണോ എന്ന് മുസ്ലിങ്ങൾ ചിന്തിക്കണം. ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുമ്പോൾ പാകിസ്ഥാന്റെ വിക്കറ്റ് നഷ്ടമാകുമ്പോൾ വിഷമിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. പാകിസ്ഥാന് വിക്കറ്റ് നഷ്ടമാകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നു. ഞാനിത് പച്ചയ്ക്ക് പറയുകയാണ്. കോടതി കേസെടുത്തോട്ടെ, ഞാൻ നോക്കിക്കോളാമെന്നും പി.സി. ജോർജ് സമ്മേളന വേദിയിൽ പറഞ്ഞിരുന്നു. ഏതായാലും വാ തുറന്നാൽ വിവാദങ്ങൾ നടത്തുന്ന പി.സി. അടുത്ത പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ്. ഇതോടെ നിരവധി കേസുകളാണ് പി.സിയുടെ തലയിൽ ഇപ്പോഴുള്ളത്.